നിങ്ങൾക്കും ഇങ്ങനെ ഇപ്പോൾ ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് AI വീഡിയോസ് ആയിക്കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾക്ക് പലതരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും, ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാൻ പറ്റും, പ്രോഡക്റ്റ് നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ പറ്റും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഇന്നത്തെ കാണിച്ചായിട്ട് പോകുന്നത് നമ്മുടെ മീഷോ യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലുള്ള AI ആർട്സും കാര്യങ്ങളൊക്കെ എങ്ങനെ മേക്ക് ചെയ്ത് നമുക്ക് പ്രോഡക്റ്റ് എങ്ങനെ പ്രൊമോഷൻ ചെയ്യാൻ കാണിച്ചായിട്ട് പോകുന്നത്. ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കാണിച്ചിരുന്നുണ്ട്. ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നതായിരിക്കും. സോ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പോയിട്ട് ഈ ഒരു വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് മീഷോയിൽ അഫിലിയേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെന്ന്. സിമ്പിളായിട്ട് ഞാനത് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ഫുള്ള് കണ്ടാൽ മതി, സിമ്പിളായിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഞാൻ ക്യാപ്കട്ട് യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്തും ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തും അത് A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നത് യൂസ്ഫുൾ ആവുമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് കൊടുക്കാനും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഹൈപ്പ് കൊടുത്തേക്കാം. ഹൈപ്പ് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് സജസ്റ്റ് ആവുന്നതായിരിക്കും, നമുക്ക് നല്ലൊരു യൂസ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഹൈപ്പ് ബട്ടൺ അവിടെ കാണാൻ പറ്റും. ഓക്കെ, കമൻറ്റ് സെക്ഷൻ അങ്ങോട്ടൊന്ന് മാറ്റി അല്ലെങ്കിൽ ഹൈപ്പ് കാണാൻ പറ്റും, അല്ലെങ്കിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ ഹൈപ്പ് പോയിന്റ്സ് തരാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ആക്കേണ്ട മറക്കണ്ട. അപ്പോൾ ഒട്ടും ലാഗടിപ്പ് ഇതിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ചെയ്യാണ്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മന്ത്ലി നല്ലൊരു എമൗണ്ടും ചെറിയ എമൗണ്ടും ഒക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് മീഷോ ആപ്ലിക്കേഷൻ ആണ്. സോ അതിൽ തന്നെ നിങ്ങൾ മീഷോ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. മസ്റ്റായിട്ട് അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. വളരെ സിമ്പിളാണ് അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട്. അത് നിങ്ങൾ ക്രോം ഓപ്പൺ ചെയ്യുക, ഗൂഗിൾ ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ അതിനുശേഷം അടിക്കുക. ഓക്കെ, ക്രിയേറ്റർ മീഷോ ക്രിയേറ്റർ പ്രോഗ്രാം എന്ന് അടിക്കുക, ക്രിയേറ്റർ ക്ലബ്ബ്. ഓക്കെ, ക്രിയേറ്റർ ക്ലബ്ബ് നിങ്ങൾ അടിക്കുക. അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് ഒരു ലിങ്ക് ഉണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മീഷോ ആപ്ലിക്കേഷനിൽ പോകുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി ജോയിൻഡ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇതേ മെത്തേഡ് കാണാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഡിസ്റ്റൻസ് പോയി നോക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടുന്നതായിരിക്കും. സോ ഇതാണ് സംഭവം, അത്ര മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റും, ഒറ്റ ക്ലിക്കിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ മീഷോയും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുക. ദെൻ നിങ്ങൾ ഞാൻ പറയുമ്പോഴൊക്കെ കേൾക്കാം. ഓക്കെ, മീഷോയും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാടധികം പ്രോഡക്റ്റ് കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ലേഡീസ് ഫെയർ എടുക്കാനായിട്ട് പോകുന്നത്, കാരണം ലേഡീസ് ഫെയർ ആണല്ലോ ട്രെൻഡിങ് കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് മനസ്സിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം എടുക്കാൻ പറ്റും. ഞാൻ ഓൾറെഡി ഇവിടെ ഒരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഷോർട്ട് കുർത്തിയാണ് എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. നമുക്ക് ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും. നമ്മൾ മെയിനായിട്ട് എടുക്കുന്ന നേരത്ത് ആ ഒരു റേറ്റ് നോക്കാം, അതുപോലെ തന്നെ റേറ്റിംഗ്സ് നോക്കാം. അപ്പോൾ നമുക്ക് താഴെ സ്ക്രോൾ ഉണ്ടെങ്കിൽ ഏകദേശം 4.2 വരുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം 4.3 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കുർത്തി നോക്കാം. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 169 രൂപയാണ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് വേറെ ഒരുപാട് സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. താഴെ സ്ക്രോളിൽ വേറെ കാണാൻ പറ്റും. 4 സ്റ്റാർ റേറ്റിംഗ്സ് ഉണ്ട്, അതിൽ 4.1 ഉണ്ട്. പിന്നെ അതിനകത്ത് 185 രൂപ വരുന്നുണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് എനിക്ക് 4% കമ്മീഷനാണ് കിട്ടാനായിട്ട് പോകുന്നത്. ഇവിടെ കാണാൻ 4% കമ്മീഷനാണ് കിട്ടാൻ പോകുന്നത്. പെർ സെയിലിന് എനിക്ക് 4% കമ്മീഷൻ കിട്ടും. ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ എനിക്ക് ഏകദേശം 185 രൂപയാണ് വരുന്നത്. അത് ഞാൻ 4% ആക്കി കാണിച്ചു തരാം. ഇപ്പോൾ എക്സാമ്പിൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നേരെ നമ്മൾ കാൽക്കുലേറ്റ് എടുക്കുക, 180 അടിക്കുക, 185 ഇൻറ്റു നമ്മുടെ 4%. ഓക്കെ, 4% ആക്കുക. അപ്പോൾ നമുക്ക് 7 രൂപയാണ് പെർ സെയിലിൽ കിട്ടാനായിട്ട് പോകുന്നത്. നിങ്ങൾ വിഷമിക്കുന്നത് വേണ്ട. നിങ്ങൾ നല്ല രീതിക്കുള്ള പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് കമ്മീഷനും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ എനിക്ക് ഈ 7 രൂപയുടെ 10 സെയിൽ കിട്ടിയാൽ എനിക്ക് ഒരു ദിവസം 70 രൂപ കിട്ടി, 100 സെയിൽ കിട്ടിയാൽ അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് ഓരോരോ ഇമേജസ് കാണാൻ പറ്റും, ഫ്രണ്ട് കാണാൻ പറ്റും, അതുപോലെ നമുക്ക് ബാക്ക് കാണാൻ പറ്റും. ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഫ്രണ്ടും ബാക്കും മതി. അതിന് നമ്മൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ സൂം ആവുന്നതായിരിക്കും. നേരെ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക. സ്ക്രീൻഷോട്ട് എടുക്കാൻ നേരത്ത് നിങ്ങൾ ഈ ഒരു സൈഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ക്രോപ്പ് ചെയ്തെടുക്കുക. കാരണം നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്. സൈഡും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ക്രോപ്പ് ചെയ്യുക. ഓക്കെ, ക്രോപ്പ് ചെയ്യുക, ദെൻ സേവ് കൊടുക്കുക, അടുത്ത് എടുക്കുക. ഓക്കെ, അടുത്ത ബാക്ക് എടുക്കുക. ബാക്ക് എടുത്തതിന് ശേഷം നിങ്ങൾ ഒന്നെടുക്കുക. അതിനുശേഷം നമ്മൾ പഴയതെല്ലാം ക്രോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുക. ക്രോപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിക്ചർ ക്രിയേറ്റ് ആക്കാനായിട്ട് ഒരു പിക്ചർ നമുക്ക് ക്രിയേറ്റ് ആക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ടാണ്. എന്നിട്ട് സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത്ര മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്ത് വെച്ചേക്കാം. ഷെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ കോപ്പി ടു ക്ലിക്ക് ബോർഡിന് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കൃത്യമായിട്ട് ഇതിൻ്റെ ലിങ്ക് മാത്രം ഒന്ന് കോപ്പി ചെയ്യുക. ഓക്കെ, നമുക്ക് പിന്നീട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചേർത്ത് ആവശ്യം വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫോട്ടോ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്, അതായത് ഫോട്ടോ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ChatGPT എടുക്കുക. ഞാൻ പറഞ്ഞ കൃത്യമായിട്ട് കേൾക്കുക, ChatGPT എടുക്കുക. കാരണം നമുക്ക് വീഡിയോ റെൻറ്റ് ആക്കാനുള്ള ഒരു ഫോട്ടോ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ChatGPT എടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ പ്രോംപ്റ്റ് ഞാൻ ഡിജിറ്റൽ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോംപ്റ്റും ഡിജിറ്റൽ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ള 2 പിക്ചറും നമ്മളിവിടെ ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. 2 പിക്ചറും നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു പ്രോംപ്റ്റ് ഉണ്ട്, ആ ഒരു പ്രോംപ്റ്റ് ഇവിടെ നിന്ന് കൊടുക്കുക. ഈ ഒരു പ്രോംപ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ സെൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
ഓക്കെ, സെൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ChatGPT കൃത്യമായിട്ട് ഒരു ഇമേജ് തരുന്നില്ല, ഇന്ന് കാണിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. നിങ്ങൾ ഇവിടെ ഫുള്ളായിട്ട് കാണാം, അപ്പോഴും നിങ്ങൾക്ക് എല്ലാ കാലവും മനസ്സിലാവുള്ളൂ. വളരെ സിമ്പിളാണ്. ഇങ്ങനെ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ ഒരു നിഷൊക്കെ വെച്ച് ചെയ്താൽ, അതായത് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഒക്കെ നിങ്ങൾ എടുത്ത് നിങ്ങളുടെ സ്ട്രാറ്റജിക്ക് നിങ്ങൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് സെയിൽസ് കിട്ടും. ഇപ്പോൾ ഞാനും എടുത്തത് പെർ സെയിൽ ഏകദേശം 7% കമ്മീഷനാണ് കിട്ടുന്നത്. ഓക്കെ, സോറി 4% കമ്മീഷനാണ് കിട്ടാണ്ട് പോകുന്നത്. അപ്പോൾ ചിലർക്ക് പ്രോഡക്റ്റ് 10% കമ്മീഷൻ കിട്ടും, 20% കിട്ടും, അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. അപ് ടു 40% വരെയൊക്കെ കമ്മീഷൻ കിട്ടും. ആ ഒരു പ്രോഡക്റ്റ് എത്രമാത്രം അടിപൊളിയാണ് അല്ലെങ്കിൽ എത്രമാത്രം റേറ്റ് കൂടുതലാണ് അതിനനുസരിച്ച് കമ്മീഷൻ കിട്ടാണ്ട് പോകുന്നത്. ഇതുപോലെയൊക്കെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്ത് മാസം നല്ലൊരു എമൗണ്ട് കിട്ടുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അല്ലാതെ ചെറിയ എമൗണ്ട് കണ്ട് നിങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. സോ നമുക്ക് ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇമേജ്. കണ്ട, ഫ്രണ്ട് ഇമേജ് വരുന്നുണ്ട്, സൈഡ് ഇമേജ് വരുന്നുണ്ട്, അതുപോലെ ബാക്ക് ഇമേജ് വരുന്നുണ്ട്. കണ്ട, ഇത് നമ്മൾ ഫ്രണ്ട്, സൈഡ്, ബാക്ക് നമ്മൾ സേവ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു AI ഇൻഫ്ലുവൻസർ വേണം. ഓക്കെ, അത് സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഒന്നകത്ത് ഞാൻ കാണിച്ചു തരാം ഒരു AI ഇൻഫ്ലുവൻസർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. കാരണം വീഡിയോ ചെയ്യാനായിട്ട് നമുക്കൊരു ആളെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഒരു AI ഇൻഫ്ലുവൻസർ ക്രിയേറ്റ് ആക്കാനായിട്ട് പോവാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് AI ഇൻഫ്ലുവൻസർ ക്രിയേറ്റ് ആക്കാനായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു പ്രോംപ്റ്റ് കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 16:9 റേഷ്യോ കൊടുക്കരുത്, 9:16 റേഷ്യോ കൊടുക്കുക. അതായത് നമുക്ക് വേണ്ടത് റീൽ ഷേപ്പിലാണ്. അതുകൊണ്ട് റീൽ ഷേപ്പിലുള്ള ആ ഒരു റേഷ്യോ കൊടുക്കുക. ഞാനിവിടെ സെൻഡ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഫോട്ടോ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. വേറെ ഒന്നിനുമല്ല, നമ്മൾ ഈ ഒരു ഇൻഫ്ലുവൻസർ ക്രിയേറ്റ് ആക്കിയതിന് ശേഷം ഈ ഒരു ഡ്രസ്സ് കൊണ്ടോ, ഈ ഒരു ഡ്രസ്സ് നമ്മുടെ ഈ ഒരു ഇൻഫ്ലുവൻസർ കിട്ടണത് നമുക്ക് വേണം. എന്നിട്ടാണ് എന്താണ് നമ്മുടെ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതായത് നമുക്ക് ആ ഒരു AI ടൂൾ ചെയ്യുന്നതായിരിക്കും. നമ്മൾ വീഡിയോ ക്രിയേറ്റ് ആക്കുന്ന ടൂളുണ്ട്, ആ AI ടൂൾ തന്നെ ഇതെല്ലാം ചെയ്യുന്നതായിരിക്കും. നമ്മൾ ചുമ്മാ ഒന്ന് ക്രിയേറ്റ് ആക്കുന്നതാണ്, ഒരു പ്രൊഫഷണൽസിന് വേണ്ടി ക്രിയേറ്റ് ആക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ഇൻഫ്ലുവൻസർ നിങ്ങൾക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ആ ഒരു ഇൻഫ്ലുവൻസർ കിട്ടിയിട്ടുണ്ട്. വെയിറ്റ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ഇൻഫ്ലുവൻസർ. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. കറക്റ്റ് റിയലിസ്റ്റിക് ആയുള്ള ഒരു AI ഇൻഫ്ലുവൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ടൊരു കാര്യം ഓർക്കാനുണ്ട്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നേരെ ഇവിടെ ചെല്ലുക. അതിനുശേഷം എന്താണ് അത് പ്രോംപ്റ്റ് ചോദിക്കുക. നമ്മൾ ഈ ഒരു ഡ്രസ്സ് നമ്മുടെ ഇൻഫ്ലുവൻസറായിട്ട് നമ്മുടെ ഇൻഫ്ലുവൻസർ ഇട്ടിട്ട് ആ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യണം. ആര് നമ്മൾ ചോദിക്കാണ്ട് പോകുന്നത് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രോംപ്റ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക്. നിങ്ങൾ പേടിക്കേണ്ട, എല്ലാ പ്രോംപ്റ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ഗൈസ്, അങ്ങനെ നമുക്ക് ഈ ഒരു പ്രോംപ്റ്റ് കിട്ടിയിട്ടുണ്ട്. ദെൻ നമ്മൾ നേരെ ഒന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, ഇതാണ് സംഭവം. നേരെ കോപ്പിയും കളൊക്കെ ചെയ്യാം. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളിലേക്ക് പോകാം. നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന നിങ്ങൾ പേഡ് ടൂളിൽ അതങ്ങോട്ട് പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആപ്സ് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് YT ക്രിയേറ്റ് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് YT ക്രിയേറ്റ് യൂസ് ചെയ്ത് തന്നെ ഈ ഒരു 9:16 റേഷ്യോ നമുക്ക് ഷോർട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പ്ലസ് ഓപ്ഷനിലേക്ക് പോവുക. അതിനുശേഷം നമ്മൾ എന്താണ് ജനറേറ്റ് വീഡിയോ ഉണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ കാണാൻ പറ്റും അപ്ലോഡ് 3 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നമുക്ക് വേറെ 2 ഫോട്ടോ മാത്രം മതി. നമ്മൾ എടുത്തിട്ടുള്ള ആ 2 ഫോട്ടോ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇവിടെ നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാം. ഒരു പ്രോംപ്റ്റ് കൊടുക്കാം. ഓക്കെ, പ്രോംപ്റ്റ് കൂടിപ്പോയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. 900 വരെ നമുക്കിവിടെ പ്രോംപ്റ്റ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് പ്രോംപ്റ്റ് കുറയ്ക്കാം. പ്രോംപ്റ്റ് കുറച്ചതിന് ശേഷം വരാം. വളരെ സിമ്പിളായിട്ട് ഞാൻ ഇവിടെ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ ജനറേറ്റ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇത് 100% ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു വീഡിയോ കിട്ടുന്നതായിരിക്കും. കറക്റ്റായിട്ട് തന്നെ ആ പ്രോംപ്റ്റ് കൊടുക്കും. ഓക്കെ, അത് ഡയലോഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. വീഡിയോ ജനറേറ്റ് ആക്കിയതിന് ശേഷം ഡയലോഗ് കാണിച്ചു തരാം. കാരണം ഡയലോഗും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ വീഡിയോ ജനറേറ്റ് ആയിട്ട് കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്. നമുക്ക് ഒരു വീഡിയോ ജനറേറ്റ് ആക്കണം. അതായത് ടോട്ടൽ നമ്മൾ അപ്ലോഡ് ആക്കാൻ പോകുന്നത് 20 സെക്കൻഡ് ഒരു ആഡ്സ് ആണ്. ഇവിടെ നമ്മൾ 10 സെക്കൻഡ് അത് ജനറേറ്റ് ആക്കാം. 10 സെക്കൻഡ് ഡയലോഗാണ്. ആ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റിംഗ് കാർഡിലൊക്കെ പറയുന്ന ഡയലോഗാണ്. നമ്മൾ മീഷോയിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. വലിയ റൂൾസൊന്നും ഇല്ല. നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ പൈസ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ മീഷോ ആപ്ലിക്കേഷന് ഇൻസ്റ്റാഗ്രാം അപ്ലോഡ് ചെയ്യുമ്പോൾ, ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അവർ നമ്മൾ ടാഗ് ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് റൂൾസ് ആയി വരുന്നത്. ഞാൻ അപ്ലോഡ് ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ 70% ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ആവുന്നതായിരിക്കും. ഞാൻ അതിനുശേഷം എൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഡെയിലി നിങ്ങൾ ഓരോ റീൽസ് അപ്ലോഡ് ആക്കിയാലും മതി. റീൽ വൈറൽ ആവുന്നതനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിന്റെ സെയിൽസ് കൂടുന്നതായിരിക്കും. അടിപൊളി കുർത്തി കണ്ടോ, വെറും 185 രൂപക്ക് കിട്ടും. കണ്ടോ, ഈ അടിപൊളി കുർത്തി കണ്ടോ, വെറും 185 രൂപക്ക് കിട്ടും. ഇത്രേ ഉള്ളൂ സംഭവം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ. ഓക്കെ, ഇതിൽ കുർത്തി നമ്മുടെ AI ഇൻഫ്ലുവൻസർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കാണാൻ പറ്റും യൂസ് വീഡിയോ കാണാൻ പറ്റും. ജസ്റ്റ് അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. എഡിറ്റ് ചെയ്യുന്ന എനിക്ക് ആവശ്യമില്ല. നമുക്ക് നേരെ എക്സ്പോർട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സേവ് ഡിവൈസ് ഉണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് പിന്നീട്, അതായത് ഒരു വീഡിയോ ജനറേറ്റ് ആക്കാനുണ്ട്. ആ വീഡിയോ ജനറേറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ക്യാപ്കട്ടിൽ പോയതിനു ശേഷം എഡിറ്റ് ചെയ്യാം. ക്യാപ്കട്ടിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമുക്ക് എന്താണ് ഈ സംഭവം ഗാലറിയിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഈ ഒരു ഇൻഫ്ലുവൻസർ ആ ഒരു ഡ്രസ്സ് ഇട്ടതിന് ശേഷം സൈഡും ബാക്കോ കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഗൈസ് നമ്മളങ്ങനെ ആ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ ജനറേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഇത് വന്നതിന് ശേഷം കാണിച്ചിട്ട് സംഭവം എന്താണ് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ഒരു കുർത്തിയുടെ ഫ്രണ്ടും അതുപോലെ തന്നെ സൈഡും ബാഗും കാണിക്കുന്ന സംഭവം മാത്രമാണ്. ഫസ്റ്റ് ഡയലോഗ് വരുന്നു, ദെൻ നമുക്ക് അടുത്ത പാർട്ടായിട്ട് ഈ ഒരു സംഭവം വരുന്നു. എന്നിട്ട് ഇത്ര മാത്രമുള്ള വീഡിയോ എൻ്റെ ആവും. ഒരു 20 സെക്കൻഡ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ആ വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയലോഗ് ഇല്ലാതെ തന്നെ എന്താണ് ഫ്രണ്ട് ബാക്കും ആ ഒരു സംഭവം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്നിട്ട് ഇത്ര മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആക്കാം, ഹിന്ദിയിലാക്കാം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം ചെയ്യാൻ പറ്റും. ഗൈസ് നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാണ് സംഭവം. ആ ഒരു ഫ്രണ്ടും അതുപോലെ സൈഡും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിൽ ചേഞ്ച് ആക്കാൻ പറ്റും. നിങ്ങൾക്ക് ആ ഒരു ക്യാറ്റ് വാക്കോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്. അത് പ്രോംപ്റ്റ് നിങ്ങൾ നേരെ കൊടുത്താൽ മാത്രം മതി. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചാറ്റ്ജിപിടി പറയാൻ പറ്റും. ചാറ്റ്ജിപിടി പറഞ്ഞതിന് ശേഷം ഇങ്ങനെ പ്രോംപ്റ്റ് വേണം, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രോംപ്റ്റ് തരുന്നതായിരിക്കും. നമുക്ക് നേരെ യൂസ് വീഡിയോ കൊടുക്കാം. അതിനുശേഷം നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം സേവ് ഡിവൈസ് ഉണ്ട്. 100% ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആവുന്നതായിരിക്കും. ഇനിയാണ് നമ്മുടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. അതിനായിട്ട് നമ്മൾ ക്യാപ്ചർ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഷോർ എടുക്കാം. നിങ്ങൾ എവിടെയാണ് എഡിറ്റ് ചെയ്യുന്നത് അങ്ങോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കളയാം. ഓക്കെ, സോ ക്ലിയർ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് നേരെ ഇനി ചെയ്യേണ്ടത് നമ്മുടെ ക്യാപ്ചർ എടുക്കാം. ഓക്കെ, സോ ഇവിടെ ന്യൂ വീഡിയോയിൽ പോവാം. അതിനുശേഷം നമ്മൾ 2 വീഡിയോ ഒന്ന് എക്സ്പോർട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഇവിടെ 2 വീഡിയോ നമ്മളിവിടെ ഇൻപോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാ ഓപ്ഷനുകളൊക്കെ വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് വീഡിയോ കാണാൻ പറ്റും. ദെൻ സെക്കൻഡ് വീഡിയോ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ എടുത്ത് കളയാം. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ആ ഒരു ശബ്ദം നമ്മൾ കൂട്ടിയിടുക. ശബ്ദം നമ്മൾ മാക്സിമം ആ ഒരു വോയിസ് ഫുള്ള് കൊടുക്കാണ്ട് ശ്രമിക്കുക. അടുത്ത രണ്ടാമത്തെ നമ്മൾ എന്താണ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു വോയിസ് നല്ലത് കേൾക്കാനായിട്ട് പറ്റുള്ളൂ. ഇത്ര മാത്രമേ ഉള്ളൂ. വേറെ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് കട്ടായി കളയാം. ഓക്കെ, സോ ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റെഫറൻസ് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് കാണിച്ചു തരാനുണ്ട്. ഇവിടെ നമുക്ക് മീഷോയുടെ സംഭവങ്ങൾ ആഡ് ചെയ്യാനായിട്ട് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇവിടെ നമുക്ക് മീഷോയുടെ ഒരു ഇമേജ് ആഡ് ചെയ്യണം. ഓക്കെ, സോ അതിനായിട്ട് നമുക്ക് ഓവർലേ എടുക്കുക. അതിനുശേഷം ഫോട്ടോസിലേക്ക് പോവുക. ദെൻ മീഷോ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ആഡ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ ചെറുതാക്കുക. ഓക്കെ, ഇത് ജസ്റ്റ് സൈഡിൽ എവിടെയെങ്കിലും കൊടുത്താൽ മാത്രം മതി. ഒന്ന് ചെറുതാക്കിയിട്ട് സൈഡ് തിരിച്ച് മണ്ടിലൊന്ന് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഒന്ന് കൊടുക്കുക. എന്നിട്ട് ഈ സംഭവം വലിച്ച് നമുക്ക് എൻ്റെ വരെ ഒന്ന് കൊണ്ടുവരാം. ഓക്കെ, എൻഡെന്ന് വെച്ചാൽ ഇതുവരെ കൊണ്ടുവരാം. ഇതുവരെ കൊണ്ടുവന്ന ശേഷം ഒന്ന് കട്ടായി കളയാം. ഓക്കെ, കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കമൻറ്റ് ചെയ്യണം. അതായത് ഇന്ന വേർഡ് കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആയിരിക്കണം ഈ ഒരു വേർഡ് വരാനുള്ളത്. അതായത് ഇന്ന വേർഡ് കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആയിരിക്കണം ഇവർക്ക് DM-ൽ അഫിലിയേറ്റ് ലിങ്ക് ചെയ്യാനുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ടെക്സ്റ്റ് ഓപ്ഷനിൽ ചെയ്യാം. അതിനുശേഷം ആ ടെക്സ്റ്റ് ഉണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അതായത് ഒന്ന് ടൈപ്പ് ചെയ്യുക, കമൻറ്റ്. ഓക്കെ, കമൻറ്റ്. ഓക്കെ, എന്നിട്ട് ലിങ്ക് ഒന്ന് ക്ലിക്ക് അടിക്കുക. അതിനുശേഷം ഈ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ആക്കുക, സിമ്പിൾ ക്ലോസ് ആക്കുക. എന്നിട്ട് നമ്മുടെ ആ സ്റ്റൈലിലേക്ക് പോയതിനു ശേഷം യെല്ലോ കളർ കൊടുക്കുക. നിങ്ങൾ ഇഷ്ടമാണ്. ഞാൻ യെല്ലോ കളറാണ് കൊടുത്തിട്ടുള്ളത്. ആകുമ്പം കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് എവിടെയെങ്കിലും വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഷാഡോ ഒക്കെ ഒന്ന് എനേബിൾ ആയി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആൾക്കാർക്ക് കുറച്ചുകൂടെ കാണാൻ പറ്റും. ഷാഡോ ഒന്ന് എനേബിൾ ആയി കൊടുക്കാം. ഓക്കെ, ഇത്ര മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇത്ര മാത്രം. ഗ്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലോ ഒന്നും വേണ്ട, കാരണം ഓക്കെ വേണ്ട. ശരി ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫുള്ള് ഇടാം. ഓക്കെ, ഫുൾ ഒന്നിട്ടേ മതി, കറക്റ്റ് ആവുന്നതായിരിക്കും. അതായത് ആൾക്കാർ വേണമെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം അവർക്ക് ചെല്ലുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, 16 FPS ഇട്ടിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈ സംഭവം നമ്മൾ ഗാലറിയിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഞാൻ ഇവിടെ ക്യാപ്ചറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് യൂസ് ചെയ്യാം അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഗൈസ് ഇത് എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ദെൻ നമുക്ക് ഇൻസ്റ്റാഗ്രാം എടുക്കാം. ഓക്കെ, സോ ഇൻസ്റ്റാഗ്രാമിലേക്ക് നിങ്ങൾ പോവുക. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളോട് ചാനൽ നിങ്ങൾക്ക് ഉണ്ട്, അതായത് നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചാനലുണ്ട്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം മേക്ക് ചെയ്യാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം എടുക്കാം. സോ ഞാനൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈലിൽ പോയി കാണാനായിട്ട് പറ്റും. ഞാൻ ഓൾറെഡി ഒരെണ്ണം മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ അത് ചെയ്യാനായിട്ട് മാത്രം തുടങ്ങിയ സാധനമാണ്. ഇവിടെ സിമ്പിളായിട്ട് നമുക്കൊന്ന് പ്ലസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ ആ ഒരു പ്രോഡക്റ്റ്. ഓക്കെ, ദെൻ നമുക്കൊന്ന് അപ്ലോഡ് ചെയ്യാണ്ട് പോവാം. നെക്സ്റ്റ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് സെറ്റായി വരുന്നത്. ഇവിടെ നമുക്ക് നേരെ ചെല്ലാൻ ശേഷം ഹൈഡ് ലൈക്ക് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണോ? ഒക്കെ ഞാൻ ചെയ്യുന്നത് മാത്രമാണ്. എന്നിട്ട് ബാക്ക് അടിക്കുക. ദെൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ കമൻറ്റ് എന്നിട്ട് ആൾക്കാർ പെട്ടെന്ന് കിട്ടാനായിട്ട് കമൻറ്റ് എന്നിട്ട് ലിങ്ക് എന്ന് അടിക്കുകയാണ്. ഓക്കെ, എന്നിട്ട്
ഇവിടെ ടാഗ് ചെയ്യണം. ഓക്കെ, ടാഗ് ചെയ്യണം. മീഷോ ആപ്ലിക്കേഷൻ നമ്മൾ ടാഗ് ചെയ്യണം. സോ ഗൈസ്, ഇതൊക്കെ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ രീതി കൊടുത്തിട്ടുള്ളത് കമന്റ് ലിങ്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മീഷോ ആപ്ലിക്കേഷൻ ടാഗ് ചെയ്തിട്ടുണ്ട്. മസ്റ്റായിട്ട് ചെയ്തിരിക്കണം, കാരണം അവർക്ക് അഫിലിയേറ്റ് മാർക്കറ്റിലും കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം നിങ്ങൾ ഇഷ്ടം ബാക്കി ചെയ്യാം. ദെൻ നമുക്ക് ഇനി അപ്ലോഡ് ഓപ്ഷനിലേക്ക് പോകാം. ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അപ്ലോഡ് ആവുന്നതായിരിക്കും. ഓക്കെ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്തിട്ട് മാസം നല്ലൊരു റവന്യൂ ഒക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ഒരു പ്രോഡക്റ്റ് ഒന്ന് റിവ്യൂ ചെയ്തതിനു ശേഷം അവർ പറയുകയാണ് ഇത്ര രൂപയാണ് സംഭവം, എന്നിട്ട് കമന്റ് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ കമന്റ് ചെയ്യുന്നു, പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നു. സോ അവർക്ക് ആ ഒരു കമ്മീഷൻ കയറുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ മേക്ക് ചെയ്യുന്നത്. ലാക്സ് ഏൺ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ സ്വന്തമായി ചെറിയൊരു ആവശ്യത്തിനൊക്കെ ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്ത് എമൗണ്ട് ആക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ ഗൈസ്, സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ റീൽ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നേരെ നമ്മൾ മീഷോ എടുക്കാനായിട്ട് പോവാണ്. മീഷോ എടുത്തതിന് ശേഷം നമുക്ക് അവിടെ കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ലിങ്ക് പോകണം. അതിനായിട്ട് നമ്മൾ വീണ്ടും മീഷോ എടുക്കുക. അതിനുശേഷം ക്രിയേറ്റർ ക്ലബിലേക്ക് പോവുക. നിങ്ങൾ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഓപ്ഷൻ കാണുന്നതായിരിക്കും. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം ഇവിടെ കാണാൻ പറ്റും സെലക്ട് പോസ്റ്റ് ഫോർ ഓട്ടോ DM. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ പോസ്റ്റ് കാണാൻ പറ്റും. എന്നിട്ട് ഇവിടെ കാണാം നമ്മൾ ലേറ്റസ്റ്റ് അപ്ലോഡ് ആക്കിയ പിക്ക് കാണാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ കാണാൻ പറ്റും പേസ്റ്റ് മീഷോ പ്രൊഡക്റ്റ് ലിങ്ക്. ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഒരു ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണാം ആഡ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ആ ഒരു പ്രോഡക്റ്റ് ഇവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് ഡൺ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഓട്ടോ DM സെറ്റ് ആയിട്ടുണ്ട്. ഡൺ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ. ആ ഒരു സംഭവം സെറ്റ് ആയിട്ടുണ്ട്. അതായത് ഇന്നൊരു കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ലിങ്ക് ആയിരിക്കും പോകുന്നത്. സോ അവർക്ക് ഇഷ്ടപ്പെട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്മീഷൻ കിട്ടും. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഗൈസ്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പ്രോംപ്റ്റ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവിടെ നിങ്ങൾക്ക് എല്ലാ പ്രോംപ്റ്റും കിട്ടുന്നതായിരിക്കും. പിന്നെ ഡെയിലി നിങ്ങൾ 1-2 വീഡിയോസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ഓരോ ദിവസങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് കൺസിസ്റ്റൻസി ബേസിൽ വ്യൂസ് കയറുന്നതായിരിക്കും. വ്യൂസ് കയറുമ്പോഴത്തേക്ക് കമൻറ്റ്സ് വരും. കമൻറ്റ്സ് വരുമ്പോഴത്തേക്ക് ആ ലിങ്ക് DMൽ പോകുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് എന്താണ് ആ ഒരു പ്രോഡക്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർ ഈ ഒരു സംഭവം ഓർഡർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് AI ആണ്, അതിൻ്റെതായുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് കാണിക്കാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ വേണ്ട പോവാണ്. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോക്ക് ഹൈപ്പ് കൊടുക്കാൻ മറക്കണ്ട, കാരണം ഹൈപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ഫ്രണ്ട്സിലേക്ക് എത്തുന്നതായിരിക്കും. അതുകൊണ്ട് ഹൈപ്പ് കൊടുക്കാൻ മറക്കണ്ട. അഭിപ്രായങ്ങളെ കമൻറ്റ്സ് ആക്കാണ്ട് മറക്കണ്ട. നിങ്ങൾക്ക് എന്ത് വീഡിയോ വേണോ കമൻറ്റ് ആക്കാണ്ട് മറക്കണ്ട. സോ ഇതിലും മികച്ച അടുത്ത വീഡിയോക്ക് വേണ്ടി കാണാം. സീ യു ഗൈസ്.